നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പേടിയാണ്, എന്റെ ഈമാൻ അള്ളാഹു നഷ്ടപ്പെടുത്തിയേക്കുമോ, അത് അള്ളാഹു ഊരിയെടുക്കുമോ എന്ന പേടി വേണം. കാരണം അള്ളാഹ്ക്ക് ഇപ്പൊ അത് ആരോടും അതിന്റെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഈമാൻ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ അള്ളാഹുവിന്? ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. നമ്മുടെ ഈമാൻ ഊരിക്കളയാൻ അള്ളാഹുവിന് എന്തേലും തടസ്സമുണ്ടോ? നമുക്ക് ഈമാൻ നൽകണമെന്ന് അള്ളാഹുവിന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കിട്ടിയ ഈമാൻ നമ്മൾ അധ്വാനിച്ച് കിട്ടിയതാണോ? അല്ല, അത് നിഅമത്തുൻ അളീമ. കോടിക്കണക്കിന് മനുഷ്യന്മാര് ഈമാൻ ഇല്ലാത്തവരായി ലോകത്ത് ജീവിച്ചവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ഉള്ളത്. നമുക്ക് അല്ലാഹ് തന്ന നിഅമത്ത് വേറെന്ത്? ഇത് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചിട്ട് നേടിയെടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഈമാൻ എന്ന് പറയണത്. ലോകത്ത് മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും കിട്ടാത്ത ഏറ്റവും വലിയ നിഅമത്താണ് ഈമാൻ. കോടീശ്വരന്മാരായ മനുഷ്യന്മാരുടെയും നാവില്, കോടീശ്വരന്മാരായ മനുഷ്യന്മാരുടെയും വായില് നാവില്ലേ? ഉണ്ട്. ആ നാവൊന്ന് അണ്ണാക്കിലേക്ക് ഉയർത്തിയാൽ അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ കഴിയൂലേ? കഴിയും. പിന്നെന്തേ? അതിന് തൗഫീഖ് അല്ലാഹ് കൊടുത്തിട്ടില്ല, വേറെന്ത് പറയാൻ? നാവ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ക്രെയിനോ JCBയോ വന്ന് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവനവന്റെ നാവ് അവനവനെ ഉയർത്താൻ വലിയ റിസ്ക് ഒന്നുമില്ല. എന്നാലും ബില്യണേഴ്സ്, കോടീശ്വരന്മാരായ രാജാക്കന്മാർ, ബിസിനസ്സിലെ രാജകുമാരന്മാർ, അവർക്ക് അല്ലാഹ് എന്ന് പറയാൻ തൗഫീഖ് കിട്ടിയോ? ഇല്ല. ദുർബലരായ നമുക്കത് കിട്ടിയില്ലേ? അത് കിട്ടിയില്ലേ? ആ ഈമാൻ അല്ലാഹു ഊരിക്കളയുമോ എന്ന പേടി നമുക്കുണ്ടാവണം. ഈ പേടിയാണ് ഒരു മുഅ്മിന് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടതെന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉള്ളിന്റെ ഉള്ളിൽ ആ ഈമാൻ നഷ്ടപ്പെടുവോ എന്ന പേടി വേണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അധിക ആൾക്കാർക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് മരണസമയത്താണ്. അതിന്റെ കാരണം മഹാൻ പറയാ, കിട്ടിയ ഈമാനിന് ശുക്ർ ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. കിട്ടിയ ഈമാനിന് നന്ദി ചെയ്യാത്തത് കൊണ്ടാണ് പലർക്കും ഈമാൻ നഷ്ടപ്പെടുന്നത്. പല ആൾക്കാരും ഈമാൻ ആയതിൽ അഭിമാനിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും പ്രത്യാശാസ്ത്രത്തിന്റെ പിന്നാലെ പോയി നമ്മളെ മതത്തിനെന്തോ ഒരു കുറവുള്ള പോലെയാണ് ചില ആൾക്കാരുടെ കോളേജ്, ക്യാമ്പസ്, ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളത് നന്നായി പേടിക്കേണ്ടതാണ്. അൽ മുജാഹിറു ബിസ്സൂ, തെറ്റ് പരസ്യാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദേഷ്യം ലഭിക്കാനുള്ള ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ്. റമളാനിൽ നോമ്പ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ നോമ്പ് എടുക്കാത്ത ഒരു കോലം അഥവാ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, സുഹൃത്തിന് ഷെയർ ചെയ്യുക, അത് ഭയങ്കര അപകടമല്ലേ? നോമ്പ് എടുക്കാത്തൊരു ഹറാമൊക്കെ ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ എന്നല്ലേ? തെറ്റ് പരസ്യാക്കുക എന്ന് പറയുന്നത്, തെറ്റ് പരസ്യാക്കുക. കല്യാണത്തിൽ അന്യാണും പെണ്ണും കൂടി ഇടകലർന്ന് ഫോട്ടോ എടുക്കുക, അതെന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അത് വലിയ അപകടമല്ലേ? ഈമാനിന്റെ മാല കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് കുഫറിന്റെ മാല ധരിപ്പിച്ചിട്ട് മരിപ്പിക്കുന്ന തഫ്സീർ ബൈലാവി ബഖറ സൂറത്തിന്റെ 26-ാം ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുന്നത്. തെറ്റ് പരസ്യാക്കരുത്. തെറ്റ് ചിലപ്പോ ചെയ്തു പോയേക്കാം, അതൊരു പരസ്യാക്കുക, സ്റ്റാറ്റസ് വെക്കുക. സ്വന്തം മോളെ കല്യാണത്തിലെ ധൂർത്തും അനാചാരങ്ങളും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അന്യ പെണ്ണുങ്ങളും പുരുഷന്മാരും ഇഖ്തിലാത്തുള്ള ഇടകലർച്ചയുള്ള ഭാഗങ്ങൾ വീഡിയോ എടുക്കുക, അതൊരുമാതിരി ധിക്കാരല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഈമാൻ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ബിദ്അത്താണ്. ബിദ്അത്ത് ഉണ്ടാവുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തഅലീമു മാ അല്ലമഹുല്ലാഹ്,
അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അതാണ് സുന്നികളും അസുന്നികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. വീണ് കിടക്കുന്ന പേപ്പറിൽ അല്ലാഹ് എന്നൊരു എഴുത്തുണ്ട്. അപ്പോൾ ബിശ്റുൽ ഹാഫി തങ്ങളുടെ ഹൃദയം പടച്ചുപോയി. അല്ലാഹ് അല്ലാഹ്, ഇതേത് പേരാണ് ചെളിയിൽ കിടക്കുന്നത്? ഉടനെ അതെടുത്തു, വൃത്തിയാക്കി, കയ്യിലുണ്ടായിരുന്ന 2 ദിർഹം കൊണ്ട് അതിനെ സുഗന്ധം പുരട്ടി, അതിനെ ഉയർന്ന സ്ഥലത്ത് വെച്ചു. അത് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടായി. അല്ല പറയാ, ലാ ഉതയ്യിബന്ന ഇസ്മക ഫിദ് ദുനിയ വൽ ആഖിറ റൗളുർ റയ്യാഹീൻ. മോനെ ബിശ്റേ, ഏറ്റെടുത്തിരിക്കുന്നു മോനെ, മോന്റെ പേര് ദുനിയാവിലും ആഖിറത്തിലും സുഗന്ധപൂരിതമായ പേരാകും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ബിശ്റുൽ ഹാഫി തങ്ങളെ കർണാടകയിലുള്ള പുത്തൂരിനടുത്തുള്ള വെട്ലയിൽ ഇവിടെ നമ്മൾ എങ്ങനെ ഓർക്കണത്? അത് അല്ല ഏറ്റെടുത്തോണ്ടാ. അതെന്താ കാരണം? ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഈ പേപ്പർ എടുത്ത് ഉയർത്തി വൃത്തിയാക്കി ആ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്തപ്പോൾ കോടിക്കണക്കിന് കൊല്ലം മഹാൻ ഉയർച്ചയുടെ പടവുകൾ താണ്ടി. എന്തേ കാരണം? തഅലീമുമാ അല്ലമഹുല്ലാഹ്. അതാ കാരണം. ഇത് ദുനിയാവിൽ അതിന്റെ സാമ്പിളാണ്. ആഖിറത്തിൽ വരാനുണ്ട് ബിശ്റുൽ ഹാഫി തങ്ങളുടെ സ്ഥാനം. ഈ ചരിത്രം വിശദീകരിക്കുമ്പോൾ റിസാലത്തുൽ ഖുശൈരിയുടെ വ്യാഖ്യാനത്തിൽ സക്കരിയ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് മാത്രമുള്ളതല്ല. അല്ല ബഹുമാനിക്കണമെന്ന് നിർദ്ദേശിച്ച ആരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ അങ്ങനെ ബഹുമാനമുള്ള സ്വഭാവമുള്ളവർക്കെല്ലാം ഉയരങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. അവർക്ക് ഉയരങ്ങൾ അള്ളാഹു നൽകും. ഇത് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് മാത്രമല്ല. ലൈസ ഖാസം ബി ബിശ്റിൽ ഹാഫി, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ള ഒരു കാര്യമല്ല. വകുല്ലു മൻ നജല്ലല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു ഉയരങ്ങൾ നൽകും. ഇബ്ലീസിന്റെ പ്രശ്നം അല്ലാഹ് ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ നിന്ദിച്ചു എന്നുള്ളതാ. അതാ പ്രശ്നം. അപ്പൊ നമ്മൾ ബഹുമാനിക്കണം, ഉമ്മാനെ ബഹുമാനിക്കണം, അല്ലാഹ് ബഹുമാനിക്കണം എന്ന് പറഞ്ഞല്ലേ. അനിഷ്കുർലി വലിവാലിദൈക്, ഉപ്പാനെ ബഹുമാനിക്കണം, മഖാമുകളെ ബഹുമാനിക്കണം, ഔലിയായിനെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, മുസ്ഹഫിനെ ബഹുമാനിക്കണം. മദ്രസയിൽ കുട്ടികൾ പഠിച്ച് ഇപ്പോൾ ആ മുസ്ഹഫ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതെവിടെയെങ്കിലും സ്ക്രാപ്പിന്റെ കൂടെ, പഴയ പേപ്പറിന്റെ കൂടെ ഇട്ടുപോകുന്ന ചര്യ വന്നാൽ നമ്മൾ തകർന്നു പോകും. യഥാർത്ഥത്തിൽ മനുഷ്യന്മാര് ബിദ്അത്താവുന്നതിന്റെ ഒരു കാരണം, ഏതെങ്കിലും അല്ലാഹ് ബഹുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ നിന്ദിച്ച ആളായിരിക്കും ബിദ്അത്തിലേക്ക് ഭാവിയിലേക്ക് എത്തുന്നത്. അയാളുടെ മക്കളായിരിക്കും ബിദ്അത്തിന്റെ ഷർറിലേക്ക് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാലറ്റവൻ, അനന്തരമില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ വഫാത്തായപ്പോൾ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നീയാണ് വാലറ്റവൻ, നിന്നെ ഓർക്കാനോ നിന്നെ കുറിച്ച് പറയാനോ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നാൽ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടാകും. നോട്ട് നിരോധിച്ച കാലത്തും റബീഉൽ അവ്വലിന്റെ പരിപാടിക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഇനി ഹോർമോസ് കടലിടുക്ക് തന്നെ അടച്ചിട്ടു എന്ന് വിചാരിച്ചോ, റബീഉൽ അവ്വലിൽ മനുഷ്യന്മാരുടെ നബിദിന പരിപാടി കുറയൊന്നും ചെയ്യില്ല. കാരണം ഇതിന്റെ സംഘാടനം ഏറ്റെടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഹാജിയാരോ സദർ ഉസ്താദോ അല്ല. വറഫഅനാ ലക ദിക്റക, അല്ലാഹ് ഏറ്റെടുത്ത പരിപാടിയാണ്. നബിയെ ഞാൻ ഏറ്റെടുത്തിന്. പിന്നെ ആസ് ഇബ്നു വാഇൽ, നീ എന്റെ നബിനെ തൊട്ടില്ലേ?
നിനക്ക് വാലുണ്ടാവില്ല, നിന്നെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബിയുടെ ഗുണമുള്ള ആരെ തൊട്ടാലും ഇങ്ങനെ തന്നെ. നബിക്കുള്ള ഏറ്റവും വലിയ ഗുണം കാന ആലമൻ നാസ്, ഏറ്റവും വലിയ ഇൽമുള്ള ആളാണ് തങ്ങൾ. അപ്പോൾ ആലിമീങ്ങളെ പരിഹസിക്കുന്നവൻ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോ ശിർക്കായിട്ട് വരും, ഉറപ്പ്. അവൻ ബിദ്അത്തിലേക്ക് എത്തും. എന്തേ? അവൻ നബവിയായ ഗുണത്തെയാണ് തൊട്ടുകളിച്ചത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വായിച്ചോ, യുക്തിവാദികളുടെ പ്രഭാഷണങ്ങൾ കേട്ടോ, ഏതെങ്കിലും ബഹുമാനത്തിന്റെ സിസ്റ്റത്തോട് നമുക്കൊരു ഇറിറ്റേഷൻ വന്നാൽ, വെറുപ്പ് വന്നാൽ, നമ്മളും സന്താന പരമ്പരയും തകർന്നു പോകും. ആഖിബത്ത് കേടുവരുന്ന ഒന്നാമത്തെ കാര്യം അതാ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അത് എഴുതി വെക്കുന്നുണ്ട്. അവിടുത്തെ സവാജിറിൽ ഒരാൾ ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിന്റെ ഒരു അടയാളമാണ് ബിദ്അത്ത് എന്നുള്ളത്. ബിദ്അത്ത്. അല്ലാഹു നമ്മളെയും അഹ്ലുകാരെയും കാക്കട്ടെ. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. ഈ ആയത്തിന്റെ ഇമാം ഖുശൈരി നൽകുന്ന വ്യാഖ്യാനം എന്താണെന്നറിയോ? അല്ലിമു ഔലാദകും അസ്സുന്നത വൽ ജമാഅ. മക്കൾക്ക് നിങ്ങൾ സുന്നത്തമാത്ത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. ബ്രാക്കറ്റില് 6ാം ക്ലാസ്സിന് മദ്രസ ഒഴിവാക്കരുത്. എന്റെ ബ്രാക്കറ്റ് എങ്ങനെയാ? ലാസിമു മൽസൂം മാനയ പ്രഭാഷണത്തിലുടനീളം നിങ്ങൾ കേൾക്കാൻ പോണത്. എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ ചെറിയ പ്രായത്തിൽ നിന്ന് മദ്രസ ഒഴിവാക്കാൻ തോന്നുന്നത്? എങ്ങനെയാ ഒഴിവാക്കാൻ തോന്നുന്നത്? അത്യാവശ്യം മെച്യൂരിറ്റി അഥവാ പക്വത വന്നതിന് ശേഷം കുട്ടികൾ പഠിക്കുന്നതല്ലേ ഭാവിയിൽ അവരുടെ തലച്ചോറിലും ജീവിതത്തിലും ലൈഫ് സ്റ്റൈലിലൊക്കെ ഉണ്ടാവല്. ആ കാലത്ത് സ്കൂളിന്റെയോ ഭൗതിക കലാലയത്തിന്റെയോ കഥ പറഞ്ഞ് ഒഴിവാക്കുക എന്ന് പറയുന്നത് എത്ര മോശം കാര്യമാണത്. ഇമാം സനൂസി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. എന്തുണ്ട് അവസ്ഥ എന്ന് വെച്ചപ്പോ, എനിക്ക് അള്ളാഹു ദോഷങ്ങളൊക്കെ പുറത്തുനിന്ന് വലിയ ദർജ തന്നു. എന്തേ കാരണം എന്ന് വെച്ചപ്പോ, എന്റെ മോന് വലിയ വലിയ ആലോചനയല്ലേ നടത്തുന്നത്, പിന്നെ എങ്ങനെ എനിക്ക് കിട്ടാതിരിക്കുക? അങ്ങനല്ലേ നമുക്ക് ശരിക്കും കിട്ടേണ്ടത്. നമ്മളെ ഖബറിലെത്തുമ്പോ നമ്മളെ മോന് മുദരിസായാൽ, നമ്മളെ മോന് വലിയ ആലിമായി വായിലായി പ്രഭാഷകനായി ദർശനം നടത്തുന്ന ആളായാൽ, ആ മോന് തുഹഫയും നിഹായും അസ്നൽ മത്താലിബും ശർഉൽ അഖായിദും ജമ്മുൽ ജവാമിയും ആശയത്തിന്റെ നിർദ്ധാരണങ്ങളും അക്ഷരങ്ങളുടെ ലോകത്തെ ഒരു വിശാല ലോകത്തേക്കുള്ള യാത്രയും ആരംഭിച്ചാൽ അതിന്റെ അനുഭവം, അതിന്റെ ഒരു മനോഹാരിതയായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സമ്മാനങ്ങൾ ഗർഭപാത്രത്തിൽ ഗർഭം ചുമന്ന ഉമ്മയും പോറ്റി വളർത്തിയ ഉപ്പയല്ലേ അനുഭവിക്കുക, അല്ലേ? അപ്പൊ നമ്മളെ മക്കൾ ഇൽമിന്റെ